എൻ്റെ പേര് ജയം ഭീമാസ് എന്നാണ്. പിന്നെ എൻ്റെ സ്വദേശം എഴുവന്തല, മുളയങ്കാവിനടുത്തുള്ള എഴുവന്തലയിലാണ്. നമുക്ക് മൊത്തം 4 സ്ഥാപനങ്ങളാണ് നിലവിലുള്ളത്. അത് ഒന്ന് നമ്മുടെ ഗ്രാമത്തിൽ തന്നെ എഴുവന്തല എന്ന പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ രണ്ടാമത് മുളയങ്കാവ്, മൂന്നാമത്തെ ബ്രാഞ്ച് ഒന്ന് പട്ടാമ്പിയിൽ, പിന്നെ 4 കുളപ്പള്ളി. നിലവിൽ 4 സ്ഥാപനങ്ങളാണ് ഉള്ളത്. ആദ്യം ഡെക്കറേഷൻ ഫീൽഡ് ആയിരുന്നു. 2004 സ്റ്റാർട്ട് ചെയ്ത ആ ഫീൽഡിൽ നിന്ന് കാലം കൊണ്ട് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളും നന്മകളെ കാരണം വ്യതിചലിച്ചുകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ജ്യേഷ്ഠനെ ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ജ്യേഷ്ഠനെ സ്ഥാപനം നിലനിൽക്കുന്നുണ്ട്. ഒരു 20 വർഷം മുന്നേ ഞാൻ ഡെക്കറേഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം ഡെക്കറേഷൻ്റെ വർക്കുകൾ കുറച്ച് കമ്മിയാവുകയും കോമ്പറ്റീഷൻ കൂടി വരികയും ചെയ്തപ്പോൾ അടുത്തൊരു ഫീൽഡിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ ജ്യേഷ്ഠൻ ഈ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് ഐഡിയ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഷോപ്പ് മുളയങ്കാവ്, ഒപ്പം മുളയങ്കാവ് സെൻട്രലായിട്ട് ഒരു 5 ഷട്ടറിൽ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം 2017 പട്ടാമ്പി കൂമ്പങ്കല്ല് എന്ന സ്ഥലത്ത് സ്ഥാപനം തുടങ്ങി. അതും വൻ വിജയമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2 വർഷമായിട്ടാണ് കുളപ്പള്ളിയിൽ തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ കൈവശം സർവീസ് ഉള്ളത് വീട് പണിക്ക് ആവശ്യമായ എല്ലാ ടൂൾസുകളും, വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ജാക്കി, സ്പാന്, കട്ട് ഷീറ്റ്, ഫില്ലർ ബോക്സ്, സ്കഫോൾഡിങ്, അത് സിമെൻറ്റ് കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന തോണി ഷീറ്റ്, മിക്സർ മെഷീൻ, പിന്നെ കമ്പി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന ഗ്രൈൻഡർ, കട്ടർ, വെൽഡിങ് മെഷീൻ, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് നിലവിലുള്ളത്. കസ്റ്റമേഴ്സ് നല്ല സഹകരണം ആയിരുന്നു. ഇപ്പോഴും കുഴപ്പമില്ല. നന്നായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം കൊണ്ടാണ് നമുക്കിങ്ങനെ മുന്നോട്ട് പോകാനും പിന്നെ നമ്മുടെ സർവീസിൻ്റെ മേന്മ കൊണ്ടുകൂടിയാണ് ഈ രീതിക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഈ സ്ഥാപനങ്ങളൊക്കെ ഒന്നൊന്നായി തുടങ്ങാനും നിലനിർത്താനും കഴിഞ്ഞിട്ടുള്ളത്. ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ, 2 മക്കൾ, അവർ 2 പേരും പഠിക്കുകയാണ്. പിന്നെ വൈഫ് തന്നെയാണ് മുളയങ്കാവ് സ്ഥാപനം നോക്കുന്നത്, വൈഫാണ്. പിന്നെ പട്ടാമ്പി സ്ഥാപനം നോക്കുന്നത് നമ്മുടെ കൂട്ടുകാരനും വേറെ 2 പേരുമാണ്. പിന്നെ നമ്മളിപ്പോൾ കുളപ്പള്ളി സ്ഥാപനം നോക്കുന്നത് നമ്മുടെ ഒരു ജ്യേഷ്ഠതുല്യനായ ഒരാളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രയാസങ്ങളൊന്നും നേരിടാറില്ല. എന്നാലും നമ്മൾ എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ ഒരു കണ്ണ് എത്തുന്നത് നല്ലതായിരിക്കും. കാരണം അവർക്ക് പല സംശയങ്ങളുണ്ടാവും. അതൊക്കെ ദൂരീകരിച്ച് കൊടുക്കേണ്ട കടമ നമുക്കാണ്. അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഒരു സ്ഥാപനം തന്നെ വീണ്ടും മണ്ണാക്കാട് തുടങ്ങാനുള്ള താല്പര്യത്തിൽ നിൽക്കുന്നുണ്ട്. താല്പര്യത്തിലല്ല, തുടങ്ങാനുള്ള എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം മാർച്ചിനോടനുബന്ധിച്ചിട്ട് അവിടെ ഓപ്പണിംഗ് ആവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഏകദേശം 20 വർഷമായിട്ട് നമ്മൾ ഇതിൻ്റെ പല മേഖലകളിലും ഉണ്ട്. പക്ഷെ അന്നൊന്നും ഇത്ര സ്ഥാപനങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ സ്ഥാപനങ്ങൾ കണ്ടമാനമായി. അതുകൊണ്ട് അതിൻ്റെതായ വിഷമം നേരിടുന്നുണ്ട്. പിന്നെ ഈ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ലോണുകൾ പരമാവധി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പല കുടുംബങ്ങളും ഇത് തുടങ്ങാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചത് കൊണ്ട് ഇപ്പോൾ കുറച്ച് കോമ്പറ്റീഷൻ നേരിടുന്ന മേഖലയായിട്ട് മാറിയിട്ടുണ്ട് ഇത്. എന്നാലും നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം 4 ബ്രാഞ്ചുകളുണ്ട്. അത്യാവശ്യം സർവീസുകളും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥാപനം നന്നായി നിലനിന്ന് പോകുന്നുണ്ട്. അത്യാവശ്യം വിജയിച്ച് പോകുന്നുണ്ട്. നമ്മളൊരു സ്ഥാപനം തുടങ്ങുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് സാധനം കൊണ്ടുപോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ അവിടെ നിന്നുകൊണ്ട് ഓർഡറുകൾ തരും. അപ്പോൾ നമ്മൾ അവരുടെ ആവശ്യാനുസരണം സാധനം സൈറ്റിൽ ഡെലിവറി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ കോമ്പറ്റീഷൻ നേരിടാനുള്ള വേറെ മാർഗമായിട്ട് കണ്ടിട്ടുള്ളത്. അങ്ങനെ എല്ലാ സ്ഥാപന ഉടമകളും അങ്ങനെ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് ഞങ്ങളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞാൽ ഞാൻ 20 വർഷം മുന്നേ തുടങ്ങിയൊരു സംഭവമായിരുന്നു. അത് നമ്മുടെ എൻ്റെ കൂട്ടുകാരൻ്റെ കെയർ ഓഫിൽ അങ്ങ് തുടങ്ങിയായിരുന്നു. നല്ല ഫീൽഡാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ മണ്ഡപങ്ങളിലെ കൂടുകൊണ്ട് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അതും ഭയങ്കര കോമ്പറ്റീഷൻ നേരിടുന്ന മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്ഥാപനം ഡെക്കറേഷൻ്റെ ആണ്. അത് ചെർപ്പുളശ്ശേരിക്ക് അടുത്ത് എഴുവന്തല എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്.
രണ്ടാമത്തെ സ്ഥാപനം മുളയങ്കാവ്, കൊപ്പം മുളയങ്കാവിൽ വല്ലപ്പുഴ റോഡിൽ ഒരു 5 ഷട്ടറിൽ നിലനിൽക്കുന്നുണ്ട്. മൂന്നാമത്തെ സ്ഥാപനം പട്ടാമ്പി കൂമ്പൻകല്ലിൽ ഒരു 7 വർഷമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ 4ാമത്തെ സ്ഥാപനമാണ് കൊളപ്പുള്ളി വില്ലേജ് ഓഫീസിന് എതിർവശത്തായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 5ാമത്തെ സ്ഥാപനം നമ്മൾ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മണ്ണാക്കാട് കുന്തിപ്പുഴയ്ക്ക് അടുത്തുള്ള ഒരു ബിൽഡിങ്ങിലാണ്. അത് ഏകദേശം മാസത്തോടു കൂടി ഓപ്പണാവുന്നുള്ള പ്രതീക്ഷയിലാണ്, ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പം ഇരിക്കുന്നത്. സപ്പോർട്ട് നമുക്ക് കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു പ്രധാനമന്ത്രിയുടെ ഒരു PMEGP പറഞ്ഞ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 10 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ 6 ലക്ഷമാണ് തിരിച്ചടക്കേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് അതിന് കിട്ടിയിട്ടുണ്ട്. നല്ല പ്രൊമോട്ടിംഗ് ആണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ മേഖലയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളെല്ലാ സ്ഥാപന ഉടമകളോടും കൂടി ഞങ്ങൾ ഇതിനൊരു അസോസിയേഷൻ രൂപീകരിക്കുകയുണ്ടായി. ടൂൾസ് റെൻ്റൽ അസോസിയേഷൻ കേരള എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ പട്ടാമ്പി മേഖല ഖജാൻജിയാണ് ഞാൻ. അതുകൊണ്ട് കൂടെ ഒന്ന് പ്രവർത്തിക്കാൻ ഒരു ഉന്മേഷം കിട്ടുന്നുണ്ട്. എല്ലാ സ്ഥാപന ഉടമകളുമായിട്ടൊരു ബന്ധങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏത് സ്ഥാപനം എവിടെ തുടങ്ങുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്. കൂടാതെ കോമ്പറ്റീഷനെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട്. എന്ത് പ്രശ്നവും കാര്യങ്ങളാകുമ്പോൾ നേരിടാൻ നമുക്ക് ഒരു ധൈര്യം കിട്ടുന്നുണ്ട്. അത് നമ്മുടെ കൂട്ടായ്മ വലിയൊരു അനുഗ്രഹമാണ് നമ്മളെ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം.